ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ. ഇപ്പൊ ദൃശ്യം 3 നമ്മൾ കുറേ അധികം ഫ്രണ്ട്സ് ഉണ്ട് നമ്മളെ കൂടെ. എല്ലാവരും കൂടി ഫാൻ ഷോ കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ വന്നതാണ്. ആദ്യം പടത്തിനെ പറ്റിയിട്ട് എൻ്റെ ഒരു സിംഗിൾ ലൈൻ ഒപ്പീനിയൻ ആദ്യം പറയാം. പടം ഒരു നീറ്റ് പടമാണ്, വാച്ചബിൾ ആയി. എങ്ങനെ ദൃശ്യത്തിന്റെ ഫസ്റ്റ് പാർട്ടിനോടും സെക്കൻഡ് പാർട്ടിനോടും കൃത്യമായിട്ട് അതിന്റെ ഒരു നീതി പുലർത്തുന്ന നല്ല സ്റ്റാൻഡേർഡ് ഇല്ല, ക്വാളിറ്റി ഇല്ല, ഒരു നീറ്റ് പടം തന്നെയാണ്. അതിന് എല്ലാവരെയും ഒരു സിംഗിൾ ലൈനിലെ അഭിപ്രായം എന്നാൽ നമുക്ക് ആദ്യം ചോദിച്ചു നോക്കാം. അതൊക്കെ പറഞ്ഞോ. എൻ്റെ അഭിപ്രായം തന്നെയാണ്, ഒരു നല്ല പടം. അതിന് എന്താ പറയാ, ഒന്നിനും രണ്ടിനും എന്താ പറയാ, അതിനോട് നീതി പറ്റിയ ഒരു പടം തന്നെ. ആ വാല്യൂ ക്വാളിറ്റി കാണിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ പറഞ്ഞോ, എല്ലാവരും പറഞ്ഞോ അഭിപ്രായം. ക്ലാസ് പടം ഇന്റർവെല് സെറ്റായി. ഇന്റർവെല് എടുത്ത് പറയണം. ഇന്റർവെല് നമ്മുടെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വീഡിയോന്റെ അകത്ത് പറയുന്നില്ല, പക്ഷെ ഇന്റർവെല്ലില് പടം ഒന്ന് അപ്പാവുന്നുണ്ട്. പടത്തിന്റെ മൊമെന്റം ഒന്ന് അപ്പാവുന്നുണ്ട്. ജെപി പുറത്തുനിന്ന് ഖത്തറിനെ വന്നല്ലേ, അഭിപ്രായം പറ. പടം പൊളിച്ചു, ഒന്നും പറയാനില്ല. ക്ലാസിക് ക്രിമിനൽ ഈസ് ബാക്ക്. ക്ലാസിക് ക്രിമിനൽ ഈസ് ബാക്ക്. ആ ടാഗ് ലൈൻ പൊളിച്ചു കേട്ടാ, ക്ലാസിക് ക്രിമിനൽ ഈസ് ബാക്ക്. എന്താ അഭിപ്രായം? 4ാം ക്ലാസ്സുകാരന്റെ മൂന്നാമത്തെ വരവ്. ഓ, ആ കോട്ട് പൊളിച്ചു കേട്ടാ, 4ാം ക്ലാസ്സുകാരന്റെ മൂന്നാമത്തെ വരവ്. ഇനി പടത്തിന്റെ ടെക്നിക്കലി പറയാനാണെങ്കിൽ ഇതിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് സിനിമാറ്റോഗ്രഫി. സിനിമാറ്റോഗ്രാഫറുടെ പേര് സതീഷ് കുറുപ്പ്. ഞാൻ മറന്നുപോയോണ്ട് ചെക്ക് ചെയ്ത്, സതീഷ് കുറുപ്പ്. കാരണം ആ ടെൻഷനും കാര്യങ്ങളെല്ലാം ബിൽഡ് ചെയ്യുന്നതിൽ ഇത് സിനിമാറ്റോഗ്രഫി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ അനിൽ ജോൺസന്റെ മ്യൂസിക് അത് ക്ലാസ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പടത്തിൽ. പക്ഷെ ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടെക്നിക്കലി ഒന്നല്ല ഇത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ടേൺസിലെ പടമല്ല ഇത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ചിന്തിക്കാത്ത ലെവലിൽ ജിത്തു ജോസഫ് ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ത്രില്ലർ പടം കണ്ടു, അതിൽ ക്ലൈമാക്സിൽ ട്വിസ്റ്റിൽ നായകന്റെ സൈഡ് അല്ലെങ്കിൽ നീതിയിലെ സൈഡ് വിജയിക്കുന്നു, അവിടെ പടം കഴിഞ്ഞു, പിന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കില്ല. പക്ഷെ അവിടെ നിന്ന് ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ റൈറ്ററെ ക്വാളിറ്റി, അയാൾ ആ ക്യാരക്ടേഴ്സിനെ അയാളെ മനസ്സിൽ നിന്ന് വിട്ടിട്ടില്ല. അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും, ഈ കേസ് പിന്നീടുള്ള അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും എഫക്ട് ചെയ്യുന്നതില്ല, സൈക്കോളജിക്കലി ഇല്ല സിനിമേനോടുള്ള അപ്രോച്ച്. ഇത് പക്ക റൈറ്റിംഗ് പടമാണ് അല്ലേ? റൈറ്റിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല ഈ പടത്തിൽ, മേക്കിങ്ങിനെക്കാളും. എനിക്ക് തോന്നിയൊരു കാര്യമാണ്. ഭാഗം ഹിറ്റായ ഒരു പടത്തിന്റെ 3ാം ഭാഗം റൈറ്റ് ചെയ്യാൻ ചില്ലറ കാര്യമല്ല. അതിൽ അയാൾ കൃത്യമായിട്ട് അയാളെ പണി കറക്റ്റ് എടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു അപ്രോച്ച് ടുവേർഡ്സ് ആ സിനിമയിലുള്ള ഒരു അപ്രോച്ച് ഇല്ല. അതായത് പിന്നീടുള്ള അവരുടെ ജീവിതം എന്തായിരിക്കും, അവരുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും, അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു തോട്ടിൽ നിന്ന് വന്നിട്ട് അത്യാവശ്യം നീറ്റ് ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു ക്ലാസ് പടം തന്നെയാണ് ദൃശ്യം. പെർഫോമൻസിന്റെ കാര്യം പിന്നെ ലാലേട്ടനെ പറ്റി എന്ന് പറയുന്നുണ്ട്. എല്ലാരും വലിയ സ്വരത്തില് ലാലേട്ടനെ പറ്റി എന്ന് പറയാൻ നമ്മ ആളല്ല. ബർത്ത്ഡേ ട്രീറ്റ് അടിപൊളി. ജോസഫിന്റെ വക ലാലേട്ടന്റെ ബർത്ത്ഡേക്ക് ആന്റണി പെരുമ്പാവൂരിലൂടെ ഒരു സമ്മാനം പ്രേക്ഷകർക്ക്. ഫാമിലി ഓഡിയൻസ് എന്തായാലും ഏറ്റെടുക്കും. എല്ലാ ഓഡിയൻസിനും ഇഷ്ടം. ഇന്ന് രാവിലെ തന്നെ അച്ഛൻ എന്നോട് വരുമ്പോ ടിക്കറ്റ് ഉണ്ടെങ്കിൽ എടുക്കണം, ടിക്കറ്റ് എടുത്തു കൊടുക്കണം എന്നൊക്കെ പറയാം. പറഞ്ഞു അടുത്ത ഒരു ഈ ആഴ്ച ഇന്ന് ടിക്കറ്റ് ഇല്ല, ഞായറാഴ്ച ആവട്ടെ എന്നല്ലോ. അപ്പൊ ഫാമിലി ഓഡിയൻസ് ആയിരിക്കും കൂടുതൽ പടം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സ്ലീപ്പർ സെൽസ് വരും. അതിന് തരുൺമൂർത്തി വേണമെന്നില്ല അല്ലെ, ജിത്തു ജോസഫ് ആയാലും മതി സ്ലീപ്പർ സെൽസ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ചാൻസ് ഉണ്ട്. പടം എന്തായാലും 100 കോടി ഷുവറാണ്, കളക്ഷൻ വൈസ് ഷുവറാണ്. നെഗറ്റീവ് റിപ്പോർട്ട്സ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഭയങ്കര ട്വിസ്റ്റും ടേണോ, ദൃശ്യം 1 പോകുന്നത് പോലെ പട്ടപടപടയെന്ന് പറഞ്ഞല്ല പടം പോകുന്നത്. അതുപോലെ 2 പോലെ ക്ലൈമാക്സിൽ ഗംഭീര ട്വിസ്റ്റ് ഇല്ല. വേണ്ട സാധനങ്ങൾ ഉണ്ട്. നീറ്റ് ആയിട്ട് ആ ക്യാരക്ടർ, അതാണ് ആ ക്വാളിറ്റി. ആ ഫസ്റ്റ് പാർട്ടിനോടില്ല ഒരു ഇതില്ലേ, ആ ദൃശ്യം എന്ന് പറയുന്ന കൾട്ട് പടത്തിന്റെ ഒരു ക്വാളിറ്റി കളയാൻ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് എഴുത്തിൽ ജിത്തു ജോസഫ് എടുത്ത പണി സംഭവം തന്നെയാണ്. മൊത്തത്തിൽ പറയാൻ നിങ്ങളും തിയേറ്ററിൽ പോയി കാണുക, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, നമുക്ക് മൊത്തത്തിൽ എങ്ങനെയാണ് നോക്കാം. ഇനി അവസാനമായിട്ട് ലാലേട്ടൻ ഒരു ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. ഹാപ്പി ബർത്ത്ഡേ.